ഹലോ! ഇന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. കാരണം കുറച്ചധികം ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേ അമ്മാമ്മച്ചി ഇരുന്ന് എല്ലാ കറികൾക്കും അരിഞ്ഞു പെറുക്കി വെക്കുവാണ് കേട്ടോ. അമ്മാമ്മച്ചിക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വയസ്സായെങ്കിൽ എല്ലാ ജോലികളും അമ്മാമ്മച്ചി ചെയ്യും. അസുഖമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് രാവിലെ ഇന്നത്തേക്ക് കഴിക്കാനായിട്ട് ഇടിയപ്പം കടലക്കറിയാണേ. ഇടിയപ്പം ദേ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങളെല്ലാവരും വിചാരിച്ചു രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ബാക്കി ജോലികളെല്ലാം ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പുറകുവശത്ത് ചെന്ന് നോക്കിയപ്പോൾ ദേ ഒരു മരം നിറയെ റംബൂട്ടാൻ ഇങ്ങനെ മൂത്ത് പഴുത്ത് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞ വെറുതെ കൊതിയും നോക്കി നിൽക്കാനേ പറ്റുള്ളൂ, ഒരെണ്ണം പോലും കിട്ടത്തില്ല, അവരാർക്കും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അടുക്കളയിലോട്ട് വന്ന് ദേ തകൃതിയായിട്ട് പണികൾ ആരംഭിച്ചു. ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു, പരിപ്പുണ്ടായിരുന്നു, സലാഡ് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, മാങ്ങ അച്ചാർ, പിന്നെ തിരുവനന്തപുരം സ്റ്റൈലിൽ അരച്ച് വെച്ച കിഴങ്ങ്, പിന്നെ എന്തുവാ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പപ്പടം, തോരൻ, നല്ല കുറുകിയ കടല പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജോലികളെല്ലാം തീർന്ന സ്ഥിതിക്ക് നമുക്ക് ഇലയിട്ടങ്ങ് കഴിച്ചാലോ. ഇല ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഈ ഇരിക്കുന്ന ഉണ്ണിയുണ്ടല്ലോ, അവൻ നമ്മളെ പറ്റിച്ചു കേട്ടോ. അവന് ഒരുമിച്ചിരുന്ന് തറയിലിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ മാത്രം പോയി കസേരയിലിരുന്ന് കഴിക്കുവാണേ. അപ്പോൾ ഇലയിൽ എല്ലാ വിഭവങ്ങളും നിരന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ, ഉരുട്ടി ഉരുട്ടി അങ്ങോട്ട് കഴിക്കുക തന്നെ അല്ലേ. അപ്പോൾ കഴിച്ചു കഴിഞ്ഞ ശേഷം ആ ഇലയിലോട്ട് കുറച്ച് പായസവും പപ്പടവും പഴമൊക്കെ ഇട്ട് ഞെരടി ഞെരടി ഒന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ട്. എന്ത് ടേസ്റ്റാണല്ലേ. അപ്പം ഞാനും അതുപോലെ ഒന്ന് കഴിച്ചു കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഇലയിൽ പായസം കുടിക്കാനായിട്ട് നല്ല ഇഷ്ടമാണല്ലേ. എന്തായാലും എൻ്റെ ഇല കാലിയായിട്ടുണ്ട് കേട്ടോ. ഇനിയൊന്ന് വിശ്രമിച്ചാൽ മതി. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ശ്രീത്തും കൂട്ടരും തിരുവനന്തപുരത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോകാനായിട്ട് നിൽക്കുവാണ്. അവരെ യാത്ര അയച്ചിട്ട് ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും അവരിതേ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ പോയ ശേഷം നമ്മുടെ സിംബപ്പൂച്ചയായിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. ഉണ്ണിയുടെ പൂച്ചയാണ് സിംബപ്പൂച്ച. അതിൻ്റെ അടുത്ത് കുറച്ച് നേരം കിന്നാരമൊക്കെ പറഞ്ഞു നിന്നിട്ട് ഞങ്ങളും പോയി കുറച്ച് വിശ്രമിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പം കുളിച്ചു, എല്ലാവരും വന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും തന്നെ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുവാണ്. ഓക്കെ, ബായ്.